പണ്ടൊരിക്കൽ നടന്ന സംഭവം. പട്ന നഗരത്തിൽ ഒരു അതിശയിപ്പിക്കുന്ന സംഭവം നടന്നു. ഒരു പാവപ്പെട്ട കൃഷിക്കാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു എരുമയുണ്ടായിരുന്നു. അതിന്റെ പേരാണ് ബോലു. ബോലു ഒരു സാധാരണ എരുമയല്ല. അത് മികച്ച കഴിവുകളുള്ള എരുമയാണ്. അതിന് മാന്ത്രിക ശക്തിയും ഉണ്ടായിരുന്നു. ജനങ്ങളൊക്കെ എന്തു പറയുമെന്നാൽ നമ്മൾ ബോലുവിന്റെ പാല് കുടിക്കുകയാണെങ്കിൽ മനസ്സിൽ ആഗ്രഹിക്കുന്നതൊക്കെ നടക്കുമെന്ന്. പക്ഷെ ഇക്കാര്യത്തിൽ ആർക്കും വിശ്വാസമില്ലായിരുന്നു. ഇവിടെ നോക്ക് കിഷൻ. പറയൂ രാമു. നിനക്ക് വേഗത്തിൽ കല്യാണം നടക്കാൻ പോകുന്നതെന്ന് കേട്ടോ? അതെ നടക്കാൻ പോകുന്നു. അമ്മയാണ് പറയുന്നത് എന്റെ മുത്തശ്ശിന്റെ സുഖമില്ലാതെ പോയി. അതുകൊണ്ടാണ് അവർ പറയുന്നത് വേഗത്തിൽ കല്യാണം കഴിച്ചിട്ട് അവരുടെ പേരക്കുട്ടീനെ കാണണമെന്ന്. ഇതാണോ കാര്യം? ചേടാ, കാര്യം ഇത്ര മാത്രമല്ല. പേരക്കുട്ടീനെ വേണ്ടി കല്യാണം കളിക്കണമെങ്കിൽ അതിന് പെൺകുട്ടി കിട്ടണമല്ലേ? ചേടാ, എന്നാലും ഇത് വളരെ ചെറിയ കാര്യമാണ്. നിന്റെ പ്രശ്നത്തിനെ ഞാൻ തീർത്ത് വെക്കും. എങ്ങനെ? ഇതാണ് എന്റെ ബോളു. നീ ഒരു പ്രാവശ്യം ഇതിന്റെ പാല് കുടിക്ക്. അതിനുശേഷം നിന്റെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു പോവും. നീ എന്താ പറഞ്ഞ്? ഞാൻ ഇതിന്റെ പാല് കുടിച്ചാൽ എന്റെ പ്രശ്നങ്ങളെല്ലാം തീർന്നു പോകുമോ? എനിക്ക് കല്യാണം നടക്കുമോ? തീർച്ചയായും. ചേടാ, നിനക്ക് എന്താ വട്ടാണോ? വലുതായിട്ട് വന്നു എരുമ പാല് കുടിപ്പിച്ച് കല്യാണം നടത്തി വെക്കാം. ഇവിടെ നിന്ന് പോയിക്കോ. ഇങ്ങനത്തെ അവസ്ഥയിലായിരുന്നു രാമുവും അദ്ദേഹത്തിന്റെ എരുമ ബോലുവിന്റെയും കഥ. എന്നാലും രാമു തോൽവി സമ്മതിച്ചതേയില്ല. അവനറിയാം അവന്റെ ബോലു ശരിക്കും കഴിവുള്ളവനാണെന്ന്. അവന് അതിശയിപ്പിക്കുന്ന ശക്തിയുണ്ടെന്ന്. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം പട്നയിൽ ഒരു വലിയ ഉത്സവം നടക്കുകയായിരുന്നു. അവിടെ രാമു തന്റെ അതിശയിപ്പിക്കുന്ന ഗോലുവിനോടൊപ്പം ചെന്നു. അത് മുഖേന ജനങ്ങൾ അതിന്റെ ശക്തി മനസ്സിലാക്കുമെന്ന് അവൻ കരുതി. ഇതാ ബോലു, നമുക്ക് വേണ്ടി ഉത്സവം വന്നു കഴിഞ്ഞു. ഇനി നോക്ക്, ഇന്ന് ഞാൻ ചെയ്യുന്ന കാര്യത്തിനെ കൊണ്ട് എല്ലാവർക്കും നിന്റെ അത്ഭുത ശക്തികളെ പറ്റി അറിയും. പിന്നെ നീ വളരെ ഫേമസ് ആയി പോവും. ശരി, വാ, നമുക്കിപ്പോൾ പോവാം. രാമു തന്റെ ബോലുവിനോടൊപ്പം ആ സ്റ്റേജിൽ കയറി നിന്നു. ജനങ്ങൾ ബോലുവിനെയും അവനെയും സ്റ്റേജിൽ കണ്ടതും അതിശയിച്ചു പോയി. ചിലർ അതിന്റെ ശക്തി കണ്ട് അതിശയിച്ചു പോയി. ചിലർ അതിന്റെ കറുത്ത തിളങ്ങുന്ന മേനി കണ്ട് അതിശയിച്ചു. അയ്യോ ശകുനെ, നീ ആ എരുമയെന്ന് നോക്കിയേ, എത്ര ഭംഗിയാണല്ലേ. കറുത്ത് നല്ല കൊഴുത്തിട്ടുണ്ട്. മായ, മിണ്ടാതിരിക്കെ. അതൊരു എരുമയാണ്, നിന്റെ ഭർത്താവൊന്നുമല്ല അതിന്റെ ഭംഗിയെക്കുറിച്ച് ഇത്രയ്ക്കും പുകഴ്ത്താൻ. വാ, നമുക്ക് ചെന്ന് ചിലതൊക്കെ വാങ്ങാം. ബോലു സ്റ്റേജിലേക്ക് വന്നതും തന്നെ എല്ലാരും സംസാരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് നിങ്ങൾ എല്ലാവർക്കും ഒരു മുഖ്യமான വാർത്ത വെച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ടല്ലേ? എന്റെ കൂടെ ഇരിക്കുന്നത് എന്റെ ബോളുവാണ്. ഇവൻ വളരെ അത്ഭുതമാണ്. ഇവന്റെ അടുത്ത് മായ ശക്തികളുണ്ട്. ഇവൻ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റി തരും. കാരണം അതിനു വേണ്ടി കുറച്ച് കണ്ടീഷനുകളുണ്ട്. ആദ്യം നിങ്ങൾ ഇവന്റെ പാല് കുടിക്കണം. രണ്ടാമത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറിപ്പോവും. പക്ഷേ അത്യാഗ്രഹം പെടാൻ പാടില്ലായിരുന്നു. അവിടെ നിന്നുകൊണ്ടിരുന്ന കിഷൻ സംസാരിച്ചത്. ഇതാ, ഈ രാമു ഇവിടെയും വന്നു കളിഞ്ഞോ? ചേടാ രാമു, നീ എന്തിനാ പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ നീ മിണ്ടാതിരിക്ക്. നീ ഞാൻ പറഞ്ഞത് കേട്ടില്ലല്ലേ? ഇപ്പോൾ നോക്ക്, നീ എത്ര കഷ്ടപ്പെടുന്നു എന്ന്. ഞാൻ നിങ്ങൾ എല്ലാവർക്കും സവാൾ വിടുന്നു. ആരെങ്കിലും ഉണ്ടോ ഇവിടെ വന്ന് ഇതിനെ ചോദിച്ചു നോക്കാൻ? ആ കൂട്ടത്തിൽ നിന്നും ഒരാൾ മുൻപിലോട്ട് വന്നു. അദ്ദേഹത്തിന്റെ പേരാണ് മകേഷ്. നിന്റെ സവാളിനെ ഞാൻ ഏൽക്കുന്നു. ഈ എരുമയുടെ പാലിനെ ഞാൻ കുടിക്കും. കൊല്ലാം മഹേഷ് ബാബു, നിങ്ങൾ മുഴുവൻ ഗ്ലാസിനെയും ഗാളി ചെയ്തല്ലേ? ഇപ്പോൾ പറയൂ രാമു, നിന്റെ ഈ അത്ഭുതമായ ബോളു എന്റെ ആഗ്രഹത്തിനെ എങ്ങനെ നിറവേറ്റും? ഒന്നുമില്ല, ഇപ്പോൾ എല്ലാവരുടെ മുൻപും നിന്റെ ആഗ്രഹത്തിനെ പറയൂ. ശരി, ഞാൻ പൈസക്കാരനാവണമെന്ന് വിചാരിക്കുന്നു. ബോളു, എന്നെ പൈസക്കാരനാക്ക്. മകേഷ് പറഞ്ഞത് കേട്ടതും എല്ലാ വശത്തും ശാന്തമായി. എല്ലാരും ബോലുവിനെ തന്നെ നോക്കുകയായിരുന്നു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. ചേടാ, എന്താ ഇത്? രാമു, ഒരു അത്ഭുതവും നടന്നിട്ടില്ലല്ലോ. നടക്കും മഹേഷ് ചേട്ടാ, നമുക്കാണ് അറിയാത്തത്. കുറച്ച് ശാന്തമായിരിക്കെ. അപ്പോഴാണ് മകേഷിനൊരു ഫോൺ വന്നത്. ഹലോ, ഞാൻ തന്നെ. എന്ത്? നിജമാണോ? നിങ്ങൾ നിജമാണോ പറയുന്നത്? മകേഷ് പെട്ടെന്ന് ഉച്ചത്തിൽ പറയാൻ തുടങ്ങി. ചേടാ, ഞാൻ പൈസക്കാരനായി. ഇപ്പോഴാണ് എനിക്ക് ലോട്ടറിയിൽ നിന്ന് കാൾ വന്നത്. അവർ പറയുന്നു പോയിന ആഴ്ച ഞാൻ വാങ്ങിയ ലോട്ടറി ടിക്കറ്റ് അതിലെ ലോട്ടറി അടിച്ചിട്ടുണ്ട്. ഞാൻ പൈസക്കാരനായി. വൗ രാമു, നിന്റെ ബോളു ശരിക്കും അത്ഭുതമാണതാണ്. നന്ദി ബോലു, നന്ദി.
അത് ശരിക്കും അതിശയിപ്പിക്കുന്നതായിരുന്നു. ഗ്രാമത്തിലെ ജനങ്ങളുടെ മുൻപിൽ നടന്നത് അത് വിശ്വസിക്കാനാകാത്ത ഒന്നാണ്. ചില നിമിഷങ്ങൾക്കകം രാമുവിനും ബോലുവിനും മുൻപിലായി ജനങ്ങളുടെ വലിയ ലൈൻ നിൽക്കുകയായിരുന്നു. ചിലർ വയറ് നിറയെ ബോലുവിന്റെ പാല് കുടിച്ചിട്ട് അവരവരുടെ ആഗ്രഹം നിറവേറ്റാൻ തുടങ്ങി. രാമു, ഓ രാമു. ചേടാ കിഷൻ, നീ ഇവിടെ? അതെ, ഞാൻ തന്നെ. രാമു, നീ അത്ഭുതം ചെയ്തു കഴിഞ്ഞു. നിന്റെ ഈ ബോളുവിന്റെ പാല് കുടിച്ചതിന് ശേഷം എനിക്ക് കല്യാണവും കഴിഞ്ഞു. വേഗം തന്നെ ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു കൊച്ചുകുട്ടിയും വരാൻ പോകുന്നുണ്ട്. ചേടാ കൊള്ളാം കിഷൻ, നീ വളരെ വേഗത്തിൽ തന്നെ ഇരിക്കുന്നു. ചേടാ ഞാനല്ല, ഇത് നിന്റെ ബോളുവിന്റെ പാലിന്റെ അത്ഭുതമാണ്. ഇതാ സ്വീറ്റ് എടുക്ക്, കഴിക്ക്. ചേടാ നന്ദി കിഷൻ, നന്ദി. പതുക്കെ പതുക്കെ രാമു ബോലുവിന്റെ ജോഡി ഗ്രാമത്തിൽ പ്രസിദ്ധമാകാൻ തുടങ്ങി. രാമു ബോലുവിനോടൊപ്പം ഉച്ചവരെ കൃഷി ചെയ്യും. പിന്നെ വൈകുന്നേരം ജനങ്ങളുടെ ആഗ്രഹം നിറവേറ്റും. ജനങ്ങൾ പറയുന്നു, ബോലുവിന്റെ പാല് കുടിക്കോ, അതിശയം നടക്കുമെന്ന്. പക്ഷേ ഒരു ദിവസം ഇക്കാര്യം ഗ്രാമത്തലവിന്റെ ചെവിയിൽ ചെന്ന് ചേർന്നു. അന്ന് വൈകുന്നേരം തന്നെ അദ്ദേഹം രാമുവിന്റെ വീട്ടിലേക്ക് വന്ന് ബോലുവിനെ വാങ്ങാനായി വിലപേശി. രാമു, എനിക്ക് നിന്റെ ബോളുവിനെ വാങ്ങണം. എന്തേ, നിങ്ങൾ ബോളുവിനെ വാങ്ങാൻ പോകുന്നു? പക്ഷേ തലവൻ സാറേ, ഈ ബോളു നമ്മളുടെ ഗ്രാമത്തിലേക്ക് കിട്ടിയ വരമാണ്. ഞാൻ എൻ്റെ അച്ഛന് വാക്ക് തന്നിട്ടുണ്ട്, ഞാൻ ഇതിനെ വെച്ച് എല്ലാവർക്കും സഹായം ചെയ്യുമെന്ന്. ഇവിടെ നോക്ക് രാമു, അതെല്ലാം പഴയ കാര്യങ്ങളാണ്. ജനങ്ങളുടെ ആഗ്രഹത്തിനെ ഫ്രീ ആയിട്ട് നിറവേറ്റുന്നതിനെ കൊണ്ട് നിനക്ക് എന്താ കിട്ടുന്നത്? അതിനു പകരം ഞാൻ നിനക്ക് 50 കോടി തരുന്നു. അത് വെച്ചോ, അതുകൊണ്ട് നിന്റെ ജീവിതം നടത്തിക്കോളൂ. എന്ത്, 50 കോടിയോ? ആലോചിച്ചു നോക്ക്, ഇത്രയും കാശ് നിന്റെ ജീവിതത്തിൽ എപ്പോഴും കിട്ടില്ല. തലവൻ പറഞ്ഞത് കേട്ടതും രാമു ഞെട്ടിപ്പോയി. അല്പം ടെൻഷനായി. അത്യാഗ്രഹം അവന്റെ കണ്ണു മറച്ചു. അവസാനം അവൻ ബോലുവിനെ തലവനെ വിറ്റു. എവിടെയാണോ രാമു കൃഷി ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പോൾ അതേ സ്ഥലത്ത് ഒരേ ക്ഷണം കൊണ്ട് അവൻ പണക്കാരനായി. കൊട്ടാരം കെട്ടി, ജോലിക്കാർ വന്നു, വസ്ത്രങ്ങൾ മാറി. പക്ഷെ അവന്റെ മനസ്സിൽ സന്തോഷമില്ലായിരുന്നു. അവൻ എന്തോ വിഷമം. രാത്രിയൊക്കെ അവന് ബോലുവിന്റെ ഓർമ്മ വന്നു. അവന് സമാധാനമില്ല, കരയാൻ തുടങ്ങി. ഒരു ദിവസം രാവിലെ രാമു തന്റെ വലിയ വീട്ടിൽ നിന്നും പുറത്തേക്ക് വന്നപ്പോൾ അവൻ നോക്കി, ബോലു നേരെ അവന്റെ വീട്ടിന്റെ വാതിൽക്കൽ നിൽക്കുകയായിരുന്നു. ഷടാ ബോലു, നീ ഇവിടെ? രാമു, എന്താ ഇത്? നിന്റെ ഈ ബോളു എൻ്റെ അടുത്ത് ഇരിക്കാനായിട്ട് അർഹതയില്ലായിരുന്നു. ഇത് ഞങ്ങളുടെ ജീവിതത്തിനെ തന്നെ നശിപ്പിച്ചു. ഭക്ഷണം കഴിക്കില്ല, പാടത്ത് ജോലി ചെയ്യില്ല, എപ്പോൾ നോക്കിയാലും നിന്റെ വീടിന്റെ വശത്താണ് നോക്കിക്കൊണ്ടേയിരിക്കുന്നു. ഇനി എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റില്ലായിരുന്നു. ഇതിനെ നീ തന്നെ വെച്ചോളൂ. എന്റെ പൈസവിനെ എനിക്ക് തിരിച്ചു തന്നേക്ക്, എന്നെ ഇതിൽ നിന്ന് വിടിപ്പിച്ചേക്ക്. തലവൻ പറഞ്ഞത് കേട്ടതും രാമു ഒരു ക്ഷണം പോലും താമസിച്ചില്ല. അവൻ തന്റെ എല്ലാ സ്വപ്നങ്ങളും, പണം, പിന്നെ കൊട്ടാരവും വേണ്ടാന്ന് വെച്ചു. ആ 50 കോടിയെ തലവന്റെ കയ്യിൽ കൊടുത്തു. പിന്നെ തന്റെ സ്നേഹമുള്ള ബോലുവിനെ തിരികെ വാങ്ങി. രാമു ചിരിച്ചു. ബോലു വളരെ സ്നേഹത്തോടെ അവനെ നോക്കി. പിന്നെ ഇങ്ങനെ വീണ്ടും ഗ്രാമത്തിലെ റോട്ടിൽ രാമു ബോലുവിന്റെ ജോഡി തിരികെ വന്നു. അവിടെ നിന്നാണ് അവരുടെ യഥാർത്ഥ സന്തോഷം തുടങ്ങിയത്.